ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2 മാർവൽ ഓഫ് മാഗ്നറ്റിക് റെൽമാണ് നോക്കുന്നത്. കാന്തങ്ങളുടെ അത്ഭുത ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, ആദ്യം തന്നെ നമുക്ക് ഈ പിക്ചർ ഒന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് കണ്ടോ? ഈ പിക്ചറിനകത്ത് എന്താണ് കൊടുത്തിരിക്കുന്നത്? ഇത് നമുക്ക് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബോക്സ് ആണല്ലേ, പെൻസിൽ ബോക്സ്. രണ്ടാമത് നമ്മൾ ബാഗുകളാണ്. ബാഗ്സ്, ഇങ്ങനത്തെ ബാഗ്സ് നമ്മൾ യൂസ് ചെയ്യാറുള്ളതല്ലേ. പിന്നെ ഇതെന്താണ്? ലാസ്റ്റ് തേർഡ് പിക്ചർ ഒരു മൊബൈൽ ഫോണാണ്, അതിൻ്റെ ഫ്ലിപ്പ് കവർ. അപ്പോൾ ഇതിലൊക്കെ എന്താണ് കോമൺ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്താണ്? ഈ ബോക്സ് നമ്മൾ പൂട്ടുമ്പോൾ, തുറക്കുകയും അടക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അതിൽ ഫീൽ ചെയ്യണത്? ഒരു പവർ, ഒരു പുള്ളുണ്ട് അല്ലേ. അതെന്താണ് ആ പുള്ള്? നമുക്ക് അതിനെപ്പറ്റി എന്താണെന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്, അല്ലെ, ഗാഡ്ജറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ലെസണിലേക്കൊന്ന് വായിച്ച് നോക്കാം. നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഒബ്സർവ് ദ ഇമേജസ്. ആർ ഇൻ ദീസ് ഒബ്ജക്ട്സ് ഫെമിലിയർ ടു യു? റൈറ്റ് ഡൗൺ വാട്ട് ദേ ആർ. താഴെ കൊടുത്തിരിക്കുന്ന പിക്ചറിലുള്ള ഒബ്ജക്ട്സ് എന്തൊക്കെയാണ് അതെല്ലാം ഒന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വെൻ ദീസ് തിങ്സ് ആർ ക്ലോസ്ഡ്, വൈ ഡു ദേ സ്റ്റിക്ക് ടുഗെദർ സോ ഈസിലി? ഹാവൻറ്റ് യു നോട്ടീസ് ദിസ്? What could be the reason for this? What will happen if you bring a pin near the closing part of these objects? Can you guess why they stick together so easily? Discuss. ഇനി ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇതിൻ്റെയൊക്കെ ഈ സ്റ്റിക്ക് ചെയ്യുന്ന ഭാഗത്ത് നമ്മളൊരു പിന്ന് കൊണ്ടുവന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും? അത് ഒട്ടിപ്പിടിക്കും, അല്ല, അട്രാക്റ്റ് ചെയ്യും. അതെന്തുകൊണ്ടാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നമുക്ക് അതിനെപ്പറ്റി ഒന്ന് നോക്കാം. നെക്സ്റ്റ് പേജാണ്. There may be a magnet in your house too. Do you have magnets in your science kit? Where did you collect them from? അപ്പം നിങ്ങളുടെ വീട്ടിലും ചിലപ്പോൾ മാഗ്നറ്റ്സ് ഉണ്ടാവാറുണ്ട് അല്ലേ? നിങ്ങൾക്ക് ചിലപ്പോൾ മാഗ്നറ്റ് സയൻസ് കിറ്റിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക? ടേക്ക് എ മാഗ്നറ്റ് ഫ്രം സയൻസ് കിറ്റ്, അറ്റാച്ച് എ സ്റ്റീൽ ജം ക്ലിപ്പ് ടു ഇറ്റ്. ഈ ജം ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ പേപ്പർ ക്ലിപ്സ് ആണ്. ആ പേപ്പർ ക്ലിപ്സ് സ്റ്റീൽ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ പേപ്പർ ക്ലിപ്സ് ആണ് ഇവർ ഉദ്ദേശിച്ചുള്ളത്. അറ്റാച്ച് എ ജം ക്ലിപ്പ് ടു ഇറ്റ്. ഒരു മാഗ്നറ്റ് എടുക്കുക, എന്നിട്ട് ഒരു ജം ക്ലിപ്പ് അറ്റാച്ച് ചെയ്യുക. ഡസ് ദ ക്ലിപ്പ് ഫോൾ ഇഫ് യു റിലീസ് യുവർ ഹാൻഡ്? ഇപ്പോൾ നമ്മൾ അതിൽ നിന്ന് കൈ വിട്ട് കഴിഞ്ഞാൽ അത് താഴെ വീഴുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് നമുക്ക് ആദ്യം ഒന്ന് കാണാം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ആക്ടിവിറ്റി വന്നിട്ട് മാജിക് വിത്ത് എ മാഗ്നറ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു പേപ്പർ ബട്ടർഫ്ലൈനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരു ചെറിയൊരു ബട്ടർഫ്ലൈനെ കട്ട് ചെയ്ത് പെയിൻറ്റ് ചെയ്തെടുക്കുക. ഒരു പേപ്പറിൽ, ഒരു A4 ഷീറ്റ് പേപ്പറിൻ്റെ മേലിൽ ഈ ബട്ടർഫ്ലൈനെ വെക്കുക. താഴെ നമ്മൾ എന്ത് വെക്കും? മാഗ്നറ്റ് വെക്കും. ഈ മാഗ്നറ്റ് മൂവ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഈ ബട്ടർഫ്ലൈ മൂവ് ചെയ്യും. അപ്പോൾ ഈ ബട്ടർഫ്ലൈയുടെ മേലെ നമ്മളൊരു ജം ക്ലിപ്പോ അതല്ലെങ്കിൽ ഒരു പിന്നോ അല്ലെങ്കിൽ ഒരു മുട്ടുസൂചിയോ എന്തെങ്കിലും ഒട്ടിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ താഴത്തെ മാഗ്നറ്റ് മൂവ് ചെയ്യണ അനുസരിച്ചിട്ട് ഈ ബട്ടർഫ്ലൈ മൂവ് ചെയ്യും. അതാണ് നെക്സ്റ്റ് ആക്ടിവിറ്റി. ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. പെയിൻറ്റിങ് യൂസിങ് എ മാഗ്നറ്റ്. ഇതും നമുക്ക് ചെയ്ത് നോക്കാവുന്ന ആക്ടിവിറ്റിയാണ്. ഇതിനകത്ത് നമ്മൾ ഒരു പേപ്പർ എടുക്കും, പേപ്പറിൻ്റെ മേലെ പെയിൻറ്റ് കുറച്ചൊഴിക്കും, ഒരു ജംപിന് നമ്മൾ ആ പെയിൻറ്റിൻ്റെ മേലെ വെക്കുന്നു. താഴെ നമ്മൾ പേപ്പറിൻ്റെ താഴെ ഭാഗത്ത് നമ്മൾ മാഗ്നറ്റ് വെച്ചിട്ട് അതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ പെയിൻറ്റ് അതിനകത്ത് ഡിസൈനായിട്ട് മാറും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്കൊക്കെ മൂവ് ചെയ്യിക്കാം. നമുക്ക് ഏത് പെയിൻറ്റാണ് വേണ്ടത് ആ പെയിൻറ്റ് വരേണ്ട സ്ഥലത്തേക്കൊക്കെ മൂവ് ചെയ്യിച്ച് നമുക്ക് നല്ലൊരു പിക്ചർ വരച്ചെടുക്കാൻ പറ്റും. Objects attracted and not attracted by a magnet. Which are the objects attracted by a magnet? ഏതെല്ലാം വസ്തുക്കളാണ് ഒരു കാന്തം അട്രാക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആകർഷിക്കുന്നത്? ഏതൊക്കെ വസ്തുക്കളാണ് ആകർഷിക്കുന്നത്? കുറേ വസ്തുക്കളുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു സോർട്ടിങ് ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കാം. കുറേ തിങ്സിൻ്റെ പേരുകൾ നമ്മൾ ബോഡി കൊടുത്തിട്ട് കുട്ടികളോട് അത് 2 കോളങ്ങളിലേക്ക് അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്, നോട്ട് അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ് എന്ന രീതിയിൽ എഴുതാൻ വേണ്ടി കൊടുക്കാം. സേഫ്റ്റി പിൻ, മെറ്റൽ ബോൾസ്, ജം ക്ലിപ്പ്, മെറ്റൽ നട്ട്സ് ആൻഡ് വാഷേഴ്സ്, കോയിൻസ്, അയൺ ഓർ സ്റ്റീൽ കോയിൻസ്, ഇതെല്ലാമാണ് അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്. നോട്ട് അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ് പ്ലാസ്റ്റിക്, റബ്ബർ, വുഡ്, പീസ് ഓഫ് പേപ്പർ, ഇറേസർ, ക്ലോത്ത്, അലൂമിനിയം ഫോയിൽ, ഗ്ലാസ്, മാർബിൾസ്, കോപ്പർ വയേഴ്സ്, ഇതെല്ലാം
നോട്ട് അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ് വരുന്നത്. ഇപ്പോൾ നമ്മളിത് സോർട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ. മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്സും നോട്ട് അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്സും നമ്മൾ സോർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മാഗ്നറ്റ് അട്രാക്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്. അഥവാ കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെയാണ് കാന്തിക വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പം കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളെയോ? എക്സാമ്പിൾ നമ്മൾ മേലെയുള്ള ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, സോർട്ട് ചെയ്ത ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആർ ദോസ് ദാറ്റ് ആർ അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. Iron, nickel, cobalt, etc. are magnetic substances. Non-magnetic substances are those which are not attracted by a magnet. Paper, plastic, gold, വുഡ് എക്സെട്ര ആർ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. അപ്പോൾ കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളാണ് അകാന്തിക വസ്തുക്കൾ അല്ലെങ്കിൽ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. അതിൻ്റെ എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്, പേപ്പർ, പ്ലാസ്റ്റിക്, ഗോൾഡ്, വുഡ് എക്സെട്ര. ഇനി അടുത്ത താഴെയുള്ളത് മാഗ്നറ്റിക് സബ്സ്റ്റൻസും നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസും രണ്ട് ബോക്സിൽ സോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്തും നെയിലുണ്ട്, ജെം ക്ലിപ്പ് ഉണ്ട്, അയൺ ഉണ്ട്. അപ്പോൾ ആ മേലെ കൊടുത്തിരിക്കുന്ന ബോക്സിൽ തന്നെ വേണമെങ്കിൽ എഴുതാം, അതല്ലാതെ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ അതും എഴുതാം. നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ക്ലോത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലാസ്, റബ്ബർ, പ്ലാസ്റ്റിക്, ചോക്കാണ് ഇപ്പോൾ ഞാൻ എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് മാഗ്നറ്റിക് ഫോഴ്സസ് അറ്റ് പോൾസ് ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ തന്നെ ഒരു സിമ്പിൾ എക്സ്പെരിമെൻറ്റ് നമുക്കൊന്ന് കാണാം. ഈ എക്സ്പെരിമെൻറ്റ് കണ്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് വരാം. മക്കളെ, അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന് എന്ത് മനസ്സിലായി? മാഗ്നറ്റ് ബാറിൻ്റെ രണ്ട് സൈഡുകളിലുമാണ് കൂടുതൽ അയൺ ഫോയിൽസ് അല്ലെങ്കിൽ അയൺ ഫില്ലിങ്സ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് അല്ലേ. നടുഭാഗത്തെക്കാട്ടിലും കൂടുതൽ അയൺ ഫില്ലിങ്സ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് രണ്ട് ഭാഗത്തുമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ഈ രണ്ട് ഭാഗങ്ങളെയാണ് പോൾസ് എന്ന് പറയുന്നത്. ഇവിടെ ആയിരിക്കും മാഗ്നറ്റിന് ഏറ്റവും കൂടുതൽ ശക്തി ഉണ്ടാവുക, ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്ഷൻ പവർ ഉണ്ടാവുന്നത് ഈ രണ്ട് ഭാഗങ്ങളിലായിരിക്കും. യൂഷ്വലി ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് എ മാഗ്നറ്റ് ഇസ് സ്ട്രോങ്ങർ അറ്റ് its end. These ends with stronger force of attraction are called the magnetic poles. Every magnet has two poles. ഇപ്പോൾ എല്ലാ മാഗ്നറ്റ്സിനും സാധാരണ എല്ലാ മാഗ്നറ്റുകളുടെയും അറ്റത്തായിരിക്കും ശക്തി കൂടുതൽ, അട്രാക്ഷനും സ്ട്രോങ്ങറും ആയിട്ടുള്ള അട്രാക്റ്റീവ് പവർ സ്ട്രോങ്ങർ ആയിട്ടുള്ളത് രണ്ടറ്റത്തായിരിക്കും. ഈ അറ്റങ്ങൾക്കാണ് മാഗ്നറ്റിക് പോൾസ് എന്ന് പറയുന്നത്. എവറി മാഗ്നറ്റ് ഹാസ് ടു പോൾസ്. എല്ലാ മാഗ്നറ്റിനും രണ്ട് പോൾസ് ഉണ്ട്. ഒരു പോളിനെ പറയുന്ന പേര് നോർത്ത് പോൾ എന്നും അടുത്ത പോളിനെ പറയുന്ന പേര് സൗത്ത് പോൾ എന്നുമാണ്. നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. ഇനി നമുക്ക് അടുത്തൊരു എക്സ്പെരിമെൻറ്റ് നോക്കാം. ഡസ് എ മാഗ്നറ്റ് എക്സേർട്ട് ഫോഴ്സ്? ഒരു മാഗ്നറ്റിന് ഒരു ശക്തി ഉണ്ടോ എന്ന് നോക്കാം. അതിന് നമുക്ക് അടുത്തൊരു എക്സ്പെരിമെൻറ്റ് കാണാം. മക്കളിപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടില്ലേ? അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലായതെന്ന് നോക്കാം. ദീസ് ആർ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഇതിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് ചുറ്റുമുള്ള ഭാഗത്തെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ആ ഒരു ഏരിയ മുഴുവൻ എന്തുണ്ടാകും? നമ്മൾ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ കൊണ്ടുവന്നാൽ അട്രാക്ഷൻ ഉണ്ടാകും, ആകർഷണം ഉണ്ടാകും. അപ്പോൾ ഈ ഏരിയനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന്. ഈ ലൈൻസിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് മനസ്സിലായത്? ഈ ലൈൻസ് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് ആണ് ഈ ലൈൻസിൻ്റെ പ്രവാഹം ഉണ്ടാവുക. ഇനി മാഗ്നറ്റ്സ് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. മേക്കിംഗ് എ മാഗ്നറ്റ്.
Magnets are made using magnetic substances. An alloy called alnico, a mixture of aluminum, nickel and cobalt, is commonly used for this purpose. ഇപ്പോൾ മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഉണ്ടാക്കും. ഇപ്പോൾ ഈ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുക അലൂമിനിയവും നിക്കലും കൊബോൾട്ടും ഇത് മൂന്നും കൂടി കൂടിയിട്ടുള്ള അൽനിക്കോ എന്ന് പറഞ്ഞ ഒരു മിക്സ്ചർ കൊണ്ടിട്ടാണ്. ഇതൊരു അലോയി ആണ്. ഇതിനെ പറയുന്ന പേര് അലോയി എന്നാണ്. ഇത്രയും സാധനങ്ങളുടെ ഒരു മിക്സ്ചറാണിത്. Many other materials are also used for making magnets. Different types of magnets made of samarium, cobalt, ferrite, rubber, neodymium also exist. Among these, neodymium magnets are the strongest. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റ്സ് ഉണ്ടാക്കുന്നത് നിയോഡൈമിയം കൊണ്ടിട്ടാണ്. പല ടൈപ്പ് മാഗ്നറ്റ്സിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കൊബാൾട്ട്, ഫെറൈറ്റ്, റബ്ബർ, സമേറിയം എന്നീ മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള മാഗ്നറ്റ് ഉണ്ടാക്കുന്നത് നിയോഡൈമിയം എന്ന് പറഞ്ഞ മെറ്റീരിയൽ കൊണ്ടിട്ടാണ്. ഇനി മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ഇൻ സോയിൽ. ഇനി നമുക്ക് അടുത്തൊരു എക്സ്പെരിമെൻ്റ് നോക്കാം. നിങ്ങൾ ചെറുപ്പത്തിലൊക്കെ കളിച്ചിട്ടുണ്ടാകും, നിങ്ങളിപ്പോഴും ചിലപ്പോൾ കളിക്കുന്നുണ്ടാകും. ഒരു ഈ സ്പീക്കറിൻ്റെ ഉള്ളിൽ നിന്നോ അല്ലെങ്കിൽ മൊബൈലിൻ്റെയോ അല്ലെ എന്തെങ്കിലും ഗാഡ്ജറ്റ്സിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു മാഗ്നറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? അതുകൊണ്ട് കുറച്ച് മണ്ണിലിട്ട് ഒന്ന് ഉരച്ച് നോക്കും അല്ലേ. മണ്ണിലൊന്ന് കുറച്ച് സമയം ഇട്ട് കഴിയുമ്പോൾ എന്ത് പറ്റും? മണ്ണിൽ നിന്ന് അയൺ ഫില്ലിങ്സ് അതിലൊട്ടിപ്പിടിക്കും. അയൺ ഫില്ലിങ്സ് ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് അയൺ എടുക്കാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ അങ്ങനെ കളിക്കാറുള്ളതാണ് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഇൻ സോയിലിലും മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഉണ്ട്, മണ്ണിൻ്റെ ഉള്ളിലും അയൺ കണ്ടൻറ്റ് ഉണ്ട്, മാഗ്നറ്റുമായിട്ട് ഒട്ടിപ്പിടിക്കുന്ന സബ്സ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഇതിനകത്ത് പറ്റി പറയുന്നത്. അപ്പോൾ സെപ്പറേഷൻ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഫ്രം സോയിൽ ഓർ എനി അതർ വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ മാഗ്നറ്റിക് മെറ്റീരിയൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാഗ്നറ്റാണ് ഉപയോഗിക്കുക. ഓക്കെ, so based on this experiment, can you suggest a method to separate iron from a mixture of soil and iron? ഇപ്പോൾ ഒരു സോയിലും അയണും കൂടിയുള്ള മിക്സറിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് അയൺ ഫില്ലിങ്സ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുക? നമുക്ക് മാഗ്നറ്റ്സ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യാം. ആ മെത്തേഡിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ. ഓക്കെ, മാഗ്നറ്റിക് സെപ്പറേഷൻ എന്നാണ് ആ മെത്തേഡിനെ പറയുന്ന പേര്. നെക്സ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ്സ് ആണ്. പല തരത്തിലുള്ള മാഗ്നറ്റ്സ്, പല ഷേപ്പിലുള്ള മാഗ്നറ്റ്സ് ഉണ്ട്. എക്സാമിൻ ദ മാഗ്നറ്റ്സ് ഇൻ യുവർ സയൻസ് കിറ്റ് ആൻഡ് ലബോറട്ടറി. ആർ ദേ ഓൾ ദ സെയിം ടൈപ്പ്? എല്ലാം സെയിം ടൈപ്പ് ആണോ? അല്ല, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഹോഴ്സ് ഷൂ മാഗ്നറ്റ്, ബാർ മാഗ്നറ്റ്, സിലിണ്ടറിക്കൽ മാഗ്നറ്റ്, മാഗ്നറ്റിക് നീഡിൽ, ഓവൽ മാഗ്നറ്റ്, യു മാഗ്നറ്റ്, ഡിസ്ക് മാഗ്നറ്റ്, റിംഗ് മാഗ്നറ്റ്. അങ്ങനെ പല ടൈപ്പിലുള്ള മാഗ്നറ്റ്സ് ഉണ്ട്. അതിൻ്റെ എല്ലാം പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചേഴ്സൊക്കെ നോട്ട്ബുക്കിൽ വരയ്ക്കാൻ പറയുന്നുണ്ട്, സയൻസ് ഡയറിയിലേക്ക് വരയ്ക്കാനും പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് നോർത്ത് ആൻഡ് സൗത്ത് ആണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു മക്കളെ, നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു മാഗ്നറ്റിന് 2 പോൾസ് ഉണ്ട്. ഒരു അറ്റം നോർത്ത് പോളും അടുത്ത അറ്റം സൗത്ത് പോളും ആണ്. അപ്പം ഇതെങ്ങനെ കണ്ടുപിടിക്കാം? നോർത്ത് പോളും സൗത്ത് പോളും ഏതാണെന്ന് ഒരു മാഗ്നറ്റ് കിട്ടിയാൽ എങ്ങനെ കണ്ടുപിടിക്കാം? നോർമലി ഒരു മാഗ്നറ്റിൽ നോർത്ത് പോളിൻ്റെ ഭാഗത്ത് ഒരു വൈറ്റ് ഡോട്ടോ അല്ലെങ്കിൽ N എന്ന് എഴുതിയിട്ടുണ്ടാകും. ഇപ്പം അങ്ങനെ ഇല്ലാത്തൊരു മാഗ്നറ്റാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിന് നമുക്കൊരു സ്റ്റാൻഡ് വേണം, ഒരു ത്രെഡ് വേണം, ആ തന്നിരിക്കുന്ന മാഗ്നറ്റ്. ഇത്ര സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അത് കണ്ടുപിടിക്കുക. അതെങ്ങനെയാണ്? ഒരു എക്സ്പെരിമെൻറ്റ് കാണിച്ചു തരാം. ഈ എക്സ്പെരിമെൻറ്റ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. A freely suspended magnet always points towards the north-south direction. ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു മാഗ്നറ്റ് എപ്പോഴും ഏത് ഡയറക്ഷനിലേക്കായിരിക്കും പോയിൻ്റ് ചെയ്തിരിക്കുക? നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആയിരിക്കും പോയിൻ്റ് ചെയ്തിരിക്കുക. ആ മാഗ്നറ്റിൻ്റെ നോർത്ത് പോള് നോർത്തിലേക്കും സൗത്ത് പോള് സൗത്തിലേക്കും ആയിരിക്കും പോയിൻ്റ് ചെയ്തിരിക്കുക. The pole of the magnet that points towards the north
എർത്ത്സ് നോർത്ത് ഈസ് ദ നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ്. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാത്തൊരു മാഗ്നറ്റ് ആണെങ്കിൽ നമ്മുടെ ഭൂമിക്ക് 4 ഡയറക്ഷൻസ് ഉണ്ടല്ലോ, 4 കോർഡിനേറ്റ്സ് ഉണ്ട് അല്ലേ. അതിനകത്ത് സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇതിൽ എർത്തിൻ്റെ നോർത്തിലേക്ക് ഏത് ഭാഗമാണോ പോയിൻ്റ് ചെയ്തിരിക്കുന്നത് ആ ഭാഗമായിരിക്കും മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ. ആൻഡ് ദ പോൾ ദാറ്റ് പോയിൻറ്റ് ടുവേർഡ്സ് ദ എർത്ത്സ് സൗത്ത് ഈസ് ദ സൗത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ്. എർത്തിൻ്റെ സൗത്തിലേക്ക് ഏത് ഭാഗമാണോ പോയിൻ്റ് ചെയ്തിരിക്കുന്നത്, തിരിഞ്ഞിരിക്കുന്നത്, അതായിരിക്കും സൗത്ത്, മാഗ്നറ്റിൻ്റെ സൗത്ത് പോൾ. ദേ ആർ ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ എൻ ആൻഡ് എസ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ എൻ എന്ന് പറയുന്നത് നോർത്ത് പോളും എസ് എന്ന് പറയുന്നത് സൗത്ത് പോളുമാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ടു ഇൻഡിക്കേറ്റ് ദ നോർത്ത് പോൾ ഓഫ് ദ ബാർ മാഗ്നറ്റ് എ സ്പെഷ്യൽ മാർക്ക് ഈസ് ഗിവൺ. ഇപ്പോൾ നോർത്ത് പോൾ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, മനസ്സിലാകാൻ വേണ്ടി അവിടെ ഒരു വൈറ്റ് കളർ ഡോട്ടോ അല്ലെങ്കിൽ എൻ എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും, ഒരു മാർക്ക് നമുക്ക് ഉണ്ടാകും. എ വൈറ്റ് സ്പോട്ട് യൂസ്ഡ് ടു മാർക്ക് ദ നോർത്ത് പോൾ. വൈറ്റ് ഡോട്ട് ഉണ്ടാകും ആ നോർത്ത് പോളിൽ. ഇഫ് എ മാഗ്നറ്റ് ബ്രേക്സ്, വാട്ട് ഹാപ്പൻസ് ഇഫ് എ മാഗ്നറ്റ് ഇസ് ബ്രോക്കൺ ഇൻ ടു 2 പീസസ്. ഇപ്പോൾ ഒരു മാഗ്നറ്റ് 2 കഷ്ണമായിട്ട് നടുക്ക് വെച്ച് മുറിഞ്ഞു കഴിഞ്ഞാൽ, നോർത്ത് പോളിൻ്റെയും സൗത്ത് പോളിൻ്റെയും മധ്യഭാഗത്തിൽ മുറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ 2 കഷ്ണത്തിനും ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും ജനറേറ്റ് ആകും. ഇനിയിപ്പോൾ നടുഭാഗത്തിൽ വെച്ചിട്ട് നീളം ലോങ്ജിറ്റ്യൂഡിനൽ ആയിട്ടാണ് മുറിഞ്ഞിരിക്കണമെങ്കിലും ഒരു നോർത്ത് പോളും സൗത്ത് പോളുമായി അത് വേറൊരു മാഗ്നറ്റായി മാറും. ദീസ് പീസസ് ബിക്കം 2 സ്മോൾ മാഗ്നറ്റ്സ്. ആ പീസസ് എന്തായി മാറും? അടുത്ത സ്മോൾ മാഗ്നറ്റ്സ് ആയിട്ട് മാറും. ലെറ്റ്സ് മേക്ക് എ മാഗ്നറ്റിക് കോമ്പസ്. ഇനി നമുക്കൊരു മാഗ്നറ്റിക് കോമ്പസ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഈ മാഗ്നറ്റിക് കോമ്പസ് എന്താണ്? പണ്ട് സഞ്ചാരികൾ ഉപയോഗിച്ചിരുന്നത് എന്താണ്? നക്ഷത്രങ്ങളെയാണ് അവർ നോക്കിയിരുന്നത്. നക്ഷത്രങ്ങളുടെ ദിശ നോക്കിയാണ് ഭൂമിയുടെ ദിശ മനസ്സിലാക്കിയിരുന്നത്. നോർത്ത് പോൾ അല്ലെങ്കിൽ പൊളാരിസിസ് എന്ന് പറഞ്ഞിട്ട് നോർത്ത് പോൾ എന്ന് പറഞ്ഞൊരു സ്റ്റാർ ഉണ്ടല്ലോ, വീനസ്, ഈവനിങ് സ്റ്റാർ അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുന്നത്. അത് എപ്പോഴും നോർത്തേൺ സ്കൈയിലായിരിക്കും ഉണ്ടാകും. അപ്പോൾ അതും അതിൻ്റെ പിന്നെയുള്ള സ്റ്റാറിൻ്റെ കോൺസ്റ്റലേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ കഴിഞ്ഞ വർഷം 5ാം ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഹണ്ടർമാനും ഓറിയോൺ അങ്ങനെ കുറേ കോൺസ്റ്റലേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ദിശ നോക്കിയിട്ടായിരുന്നു പണ്ട് സഞ്ചാരികൾ പോകേണ്ട സ്ഥലത്തിൻ്റെ ദിശ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ അതിനുശേഷം കുറേ നാളുകൾക്ക് ശേഷം എന്ത് പറ്റി? മാഗ്നറ്റിക് കോമ്പസുകൾ ഉണ്ടാക്കി. മാഗ്നറ്റിക് കോമ്പസ് ഇസ് എ ഡിവൈസ് വിച്ച് യൂസസ് എ മാഗ്നറ്റ് ടു ഡിറ്റർമൈൻ ദ ഡയറക്ഷൻ. അപ്പം മാഗ്നറ്റിക് കോമ്പസ് ആണ് ഡയറക്ഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ്, ദിശ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ്. ഗെറ്റ് എ മാഗ്നറ്റിക് കോമ്പസ് ഫ്രം ദ സയൻസ് ലാബ്. യൂസിങ് ദിസ് ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ ഓഫ് ദ ഡോർ ഓഫ് യുവർ ക്ലാസ് റൂം. ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ ഓഫ് യുവർ സ്കൂൾ ഗേറ്റ് വിത്ത് റെസ്പെക്ട് ടു യുവർ ക്ലാസ് റൂം. വാട്ട് അബൌട്ട് ദ സ്കൂൾ കിച്ചൺ ആൻഡ് ദ ഓഫീസ് റൂം. അപ്പോൾ നമുക്ക് ഈ ഒരു മാഗ്നറ്റിക് കോമ്പസ് എടുത്തിട്ട് വന്ന് നമുക്ക് ഓരോ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. ഇതൊക്കെ ഒരു ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് ചെയ്യിക്കാവുന്നതേ ഉള്ളൂ. ക്ലാസ്സിൽ വെച്ച് തന്നെ ചെയ്യാവുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കുട്ടികൾക്ക്. ലെറ്റ്സ് മേക്ക് എ മാഗ്നറ്റിക് കോമ്പസ് ഓഫ് അവർ ഓൺ. ഇനി നമുക്ക് സ്വന്തമായിട്ടൊരു മാഗ്നറ്റിക് കോമ്പസ് ഉണ്ടാക്കിയാലോ. അതിന് ആവശ്യമുള്ള സാധനങ്ങളാണ് മാഗ്നറ്റ്, നീഡിൽ, ത്രെഡ്, ഒരു കുപ്പിയുടെ മൂടി, കോക്ക്. Thread the needle, hold the thread and rub the needle from one end to the other end with a magnet for about 50 times in the same direction. അപ്പോൾ ഒരേ ദിശയിൽ തന്നെ ഒരു സൂചി എടുക്കുക. ആ സൂചി ഒരേ ദിശയിൽ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ റബ്ബ് ചെയ്യണം. എന്തുകൊണ്ടിട്ട്? മാഗ്നറ്റ് കൊണ്ട് ഉരയ്ക്കണം. ഉരച്ചതിന് ശേഷം എന്ത് ചെയ്യണം? ആ സൂചിയിൽ നൂല് കോർക്കുക. 50 തവണയാണ് ഉരയ്ക്കേണ്ടത്. അതിനുശേഷം നൂല് കോർത്തിട്ട് ആ ചെറിയ കുപ്പിയുടെ മൂടിയുണ്ടല്ലോ, കോർക്കിൻ്റെ ഉള്ളിൽ കൂടെ നീഡിലിനെ കയറ്റുക. അതല്ലെന്നാണെങ്കിൽ ആ കുപ്പിയുടെ മുകളിൽ സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ച് വെച്ചാലും മതി, അതിനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചാലും മതി. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? ഒരു ബൗളിൽ വെള്ളം എടുക്കുക. ഈ ബൗളിൻ്റെ മേലെ എന്ത് വെക്കുക? ഈ കോക്കിനെ വെക്കുക, പയ്യെ വെക്കുക. ഈ ബൗളിൻ്റെ നിറയെ വെള്ളം എടുത്ത് വെള്ളത്തിൻ്റെ മേലെ ഈ കോക്ക് വെക്കുക. അത് താഴത്തേക്ക് മുങ്ങിപ്പോവില്ല. അപ്പോൾ ഈ നീഡിൽ ഓട്ടോമാറ്റിക്കലി കറങ്ങി ഏതിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കും? നോർത്തിൻ്റെ ഭാഗത്തേക്ക് പോയിൻ്റ് ചെയ്ത് നിൽക്കും. മാർക്ക് ദ നോർത്ത് പോൾ. അപ്പോൾ സൂചിയുടെ നൂല് കോർക്കുന്ന ഭാഗമാണോ അല്ലെങ്കിൽ പോയിൻ്റ് ചെയ്യുന്ന ഭാഗമാണോ, ഏതാണ് നോർത്തിലേക്ക് വരുന്നതെന്ന് നോക്കുക. ആ ഭാഗം മാർക്ക് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് സമയം എങ്കിലും ആ ദിശകൾ നോക്കാൻ പറ്റും. പക്ഷെ ഫുൾ ടൈം നോക്കാൻ പറ്റില്ല. കുറച്ച് സമയം നമുക്കിത് വെച്ചിട്ട് ദിശ നോക്കാൻ പറ്റും. ഓക്കെ. ഇനി
ഒരു ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് നോർത്ത് സൗത്ത് ഡയറക്ഷൻ അറിയുക? ആ മാഗ്നറ്റിൽ നോർത്തും സൗത്തും മാർക്ക് ചെയ്തിട്ടില്ല. മാർക്ക് ചെയ്യാത്തൊരു മാഗ്നറ്റാണ്. നോർത്ത് സൗത്ത് ഡയറക്ഷൻ എങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ത്രെഡ് എടുക്കുക, മാഗ്നറ്റ് അതിൽ കെട്ടുക, സസ്പെൻഡ് ഇൻ ദി എയറിൽ നമ്മൾ അതിനെ തൂക്കിയിടുക, സസ്പെൻഡ് ചെയ്യുക. ഒരു സ്റ്റിക്കൊക്കെ വെച്ചിട്ട് അതിനെ സ്റ്റാൻഡ് വെച്ചിട്ട് അതിനെ കെട്ടി സസ്പെൻഡ് ചെയ്തിടുക. കുറച്ച് സമയം ഇതിങ്ങനെ കറങ്ങും. അപ്പോൾ എന്ത് ചെയ്യണം? അടിയിൽ വേറൊരു മാഗ്നറ്റ് വെക്കുക. അപ്പോൾ ഇത് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ വന്ന് നിന്നതിന് ശേഷം നമ്മൾ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് വേറൊരു മാഗ്നറ്റ് വെച്ച് കൊടുക്കുക. ഓക്കെ. Now, in the next experiment, north-south direction. A freely suspended magnet always rests in the north-south direction. This is the directional property of magnet. What is the reason for this? Let's find out. Take a magnet and suspend it freely. Place another bar magnet in the east-west direction below the magnet. അപ്പോൾ ആ മാഗ്നറ്റിൻ്റെ അടിയിൽ വേറൊരു ബാർ മാഗ്നറ്റ് വെക്കുക, ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ. ടു വിച്ച് ഡയറക്ഷൻ ഡസ് ദ സസ്പെൻഡഡ് മാഗ്നറ്റ് പോയിൻറ്റ്? ആ സസ്പെൻഡഡ് മാഗ്നറ്റ് ഏത് ഡയറക്ഷനിലേക്കായിരിക്കും തിരിയുക? സസ്പെൻഡഡ് മാഗ്നറ്റ് ഏത് ഡയറക്ഷനിലേക്ക് തിരിയും? നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് തന്നെ തിരിയും. ട്രൈ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ദ സസ്പെൻഡഡ് മാഗ്നറ്റ്. മാഗ്നറ്റിൻ്റെ ഡയറക്ഷൻ തിരിച്ചാലും വീണ്ടും അത് അങ്ങനെ തന്നെ വന്ന് നിൽക്കും. ഡസ് ഇറ്റ് കം ബാക്ക് ടു ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ? അത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് വരുമോ? ഇപ്പോൾ ഓക്കെ, ആദ്യം നമ്മൾ സസ്പെൻഡ് ചെയ്യുമ്പോൾ ആ മാഗ്നറ്റ് നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും അലൈൻ ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, എർത്തിൻ്റെ നോർത്ത് മാഗ്നറ്റിൻ്റെ നോർത്തും സെയിം ഡയറക്ഷനിലേക്കായിരിക്കും അലൈൻ ചെയ്യുക. ഇനി നമ്മൾ വേറൊരു മാഗ്നറ്റ് എടുത്ത് അതിൻ്റെ കീഴിൽ വെച്ചാൽ, ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ വെച്ചാൽ ആ മാഗ്നറ്റിന് എന്തായിരിക്കും സംഭവിക്കുക? ആ മാഗ്നറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അലൈൻ ആകും എന്നാണ് പറയുന്നത്. ഓക്കെ, നൗ റിമൂവ് ദ മാഗ്നറ്റ് പ്ലേസ്ഡ് ബിലോ. അപ്പോൾ ഈ മാഗ്നറ്റ് മാറ്റിക്കഴിഞ്ഞാലോ, താഴെയുള്ള മാഗ്നറ്റ് മാറ്റിയാൽ വീണ്ടും നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റ് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ വീണ്ടും അലൈൻ ആകും. വീണ്ടും അത് പഴയ പൊസിഷനിലേക്ക് തിരിഞ്ഞു വരും. ഈസ് ഇൻ there another invisible magnetic force that makes the suspended magnet point towards the north south direction? അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള മാഗ്നറ്റ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നില്ലേ? ഇതിനകത്ത് നമുക്കൊരു ഇൻവിസിബിൾ മാഗ്നറ്റ് കാണുന്നില്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും ഉണ്ട്. അത് എർത്തിൻ്റെ മാഗ്നറ്റാണ്, ജിയോ മാഗ്നറ്റ് ആണ്. The earth acts as a magnet. This geomagnet has a magnetic field. The poles of the earth's magnet are in the north-south direction. The north pole of the earth is the south pole of the geomagnet. The south pole of earth is the north pole of the geomagnet. അപ്പോൾ ഇതൊരു ജിയോ മാഗ്നറ്റ് ആണ്. എർത്തിൻ്റെ ഉള്ളൊരു മാഗ്നറ്റ് ഉണ്ടെന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ ജിയോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. എർത്തൊരു മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യുന്നു. എർത്തിൻ്റെ നോർത്ത് പോള് ജിയോ മാഗ്നറ്റിൻ്റെ സൗത്ത് പോളും, എർത്തിൻ്റെ സൗത്ത് പോള് ജിയോ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളുമായിട്ടാണ് ആക്ട് ചെയ്യുക. ദാറ്റ് ഈസ് വൈ എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ഓൾവേസ് പോയിൻറ്റ്സ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. അതുകൊണ്ടാണ് ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു മാഗ്നറ്റ് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ എപ്പോഴും ഇരിക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് വെൻ മാഗ്നറ്റ്സ് കം ക്ലോസർ ഡു മാഗ്നറ്റ്സ് അട്രാക്ട് ഈച്ച് അതർ. അപ്പോൾ മാഗ്നറ്റ്സ് തമ്മിൽ അട്രാക്ട് ചെയ്യുമോ? നമുക്ക് അതിനുള്ളൊരു എക്സാമ്പിൾ, ഒരു എക്സ്പെരിമെൻറ്റ് തന്നിട്ടുണ്ട്. ടേക്ക് 2 ബാർ മാഗ്നറ്റ്സ് വിത്ത് ദർ പോൾസ് മാർക്ഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് നമുക്ക് കാണാം. ഈ എക്സ്പെരിമെൻറ്റ് കണ്ടതിന് ശേഷം താഴെയുള്ള ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ നമുക്ക് ഫില്ല് ചെയ്യാം. ഈ ബോക്സിൽ നോക്കൂ, സൗത്ത് പോളും അടുത്തടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് പോൾസ് വന്നു കഴിഞ്ഞാൽ റിപ്പലാണ് ചെയ്യുക. സൗത്ത് ആൻഡ് സൗത്ത് കമ്മിങ് ക്ലോസ് ടുഗെദർ. സോ അത് റിപ്പല് ചെയ്യും, വികർഷിക്കും. ആകർഷണവും വികർഷണവും. ഇത് ഒരേ സെയിം പോൾസ് വന്നാൽ വികർഷണമാണ്. സൗത്ത് പോൾ ആൻഡ് നോർത്ത് പോൾ, സൗത്തും നോർത്തും വന്നു കഴിഞ്ഞാൽ അട്രാക്ഷനാണ്, ആകർഷണം. നെക്സ്റ്റ് മൂന്നാമത്തെ ബോക്സിൽ നമുക്ക് തന്നിരിക്കുന്നത് നോർത്ത് ആൻഡ് നോർത്താണ്. രണ്ട് നോർത്ത് ഒരുമിച്ച് വന്നാൽ റിപ്പല് ചെയ്യും, വികർഷിക്കും. നോർത്ത് ആൻഡ് സൗത്ത് ആണ് നെക്സ്റ്റ് നാലാമത്തെ ബോക്സിൽ തന്നിരിക്കുന്നത്. നോർത്തും സൗത്തും വന്നാൽ അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബോക്സിൽ കൊടുത്തിരിക്കുന്നത് നോക്കൂ. ദ സെയിം പോൾസ് ഓഫ് ഡിഫറെൻറ്റ് മാഗ്നറ്റ്സ് ആർ ലൈക്ക് പോൾസ് and the different poles are unlike poles. Like poles repels and unlike poles attract. അപ്പോൾ സെയിം പോൾസ് ആണെങ്കിൽ അതിനെ പറയുന്ന പേര് ലൈക്ക് പോൾസ് എന്നാണ്. ലൈക്ക് പോൾസ് എന്ത് ചെയ്യും? റിപ്പല് ചെയ്യും, വികർഷിക്കും. അൺലൈക്ക് പോൾസ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് പോൾസ്, ഒരു നോർത്തും ഒരു സൗത്തും.
ഡിഫറെൻറ്റ് പോൾസ്, അത് അൺലൈക്ക് പോൾസ്. അൺലൈക്ക് പോൾസ് എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ അത് മാർക്ക് ചെയ്ത് വെച്ചിട്ട് അത് പഠിക്കുക, മറക്കണ്ട. ഇനി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് എ മാഗ്നറ്റ് ആണ്. വി ഹാവ് കണ്ടക്റ്റഡ് വേരിയസ് എക്സ്പെരിമെൻറ്റ്സ് ടു ഫൈൻഡ് ഔട്ട് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് എ മാഗ്നറ്റ്. വാട്ട് ആർ യുവർ ഫൈൻഡിങ്സ്? അപ്പോൾ നമ്മൾ ഇത്രയും സമയം ചെയ്ത ഓരോ എക്സ്പെരിമെൻറ്റും മാഗ്നറ്റിൻ്റെ ഓരോ പ്രോപ്പർട്ടീസിന് വേണ്ടി കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്ത എക്സ്പെരിമെൻറ്റ്സ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മാഗ്നറ്റ് അട്രാക്ട്സ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ അട്രാക്റ്റ് ചെയ്യും. കാന്തം കാന്തിക വസ്തുക്കളെ ആകർഷിക്കുന്നു. മാഗ്നറ്റ് ഹാസ് 2 പോൾസ്. മാഗ്നറ്റിന് 2 പോൾസ് ഉണ്ട്. ലൈക്ക് പോൾ റിപ്പൽസ്, അൺലൈക്ക് പോൾസ് അട്രാക്റ്റ്. ലൈക്ക് പോൾസ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും, വികർഷിക്കും. അൺലൈക്ക് പോൾസ് എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ഓൾവേസ് പോയിൻറ്റ്സ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ഇപ്പോൾ ഒരു ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റ് നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും പോയിന്റ് ചെയ്യുക. മാഗ്നറ്റിക് ഫോഴ്സ് ഇസ് സ്ട്രോങ്ങസ്റ്റ് അറ്റ് ദ പോൾസ്. മാഗ്നറ്റിക് ഫോഴ്സ് സ്ട്രോങ് ആയിട്ടുള്ളത് പോൾസിലായിരിക്കും, 2 അറ്റങ്ങളിലായിരിക്കും. എ മാഗ്നറ്റ് ക്യാൻ അട്രാക്ട് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഈവൻ ഫ്രം എ സ്മോൾ ഡിസ്റ്റൻസ്. ദിസ് ഇസ് കോൾഡ് മാഗ്നറ്റിക് ഫോഴ്സ്. മാഗ്നറ്റിന് മാഗ്നറ്റിക് മെറ്റീരിയൽസുകൾ, കാന്തിക വസ്തുക്കളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. ഈവൻ എ സ്മോൾ ഡിസ്റ്റൻസ്, ഒരു ചെറിയ അകലത്തിൽ നിന്ന് പോലും അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും, ആകർഷിക്കാൻ സാധിക്കും. ഇതിന് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന്. ഓക്കെ മക്കളെ, ഇനി ഈ മാഗ്നറ്റ് കണ്ടുപിടിച്ചതിൻ്റെ ഹിസ്റ്ററിയാണ് നമുക്ക് പറയാൻ പോകുന്നത്. ഇത് 2500 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കഥയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അത് ഗ്രീസിൽ മാഗ്നീഷ്യ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഒരു ആട്ടിടയൻ ഉണ്ടായിരുന്നു. മാഗ്നസ് എന്നാണ് പേര്. മാഗ്നസ് എന്ന് പേരുള്ള ഒരു ആട്ടിടയൻ ഉണ്ടായിരുന്നു. ഇപ്പം മാഗ്നസ് ആട്ടിടയനാണല്ലോ, ആടുകളെയും കൊണ്ട് രാവിലെ പോകും, ആടുകളെ മേയ്ക്കാൻ പോകും, വൈകിട്ടാണ് തിരിച്ചു വരിക. ഇപ്പോൾ ഒരു ദിവസം മാഗ്നസ് ഒരു ദിവസം ആടുകളെ മേയ്ക്കാൻ പോയി. പോയിട്ട് ഉച്ചയായപ്പോഴത്തേക്കും കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു പാറപ്പുറത്ത് കിടന്ന് റെസ്റ്റ് എടുത്തു. അപ്പോൾ ഈ റെസ്റ്റ് എടുക്കുമ്പോൾ ആടുകൾ ചുറ്റുമുണ്ട്. ആ പാറയുടെ സൈഡിൽ പാറപ്പുറത്ത് കിടന്നിട്ട് പാറയുടെ മേലെ തന്നെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്റ്റാഫ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ഒരു വടിയാണ്, കുത്തിപ്പിടിച്ച് നടക്കുന്ന ഒരു വടി. ഈ ആട്ടിടയന്മാർക്കൊക്കെ ഉണ്ടാവണ വലിയൊരു സ്റ്റിക്കാണത്. വലിയൊരു വടിയാണ്. ഈ ഇലകളൊക്കെ ചായച്ച് കൊടുക്കാൻ വേണ്ടിയും ഒക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ ഇവിടുത്തെ തോട്ടിയൊക്കെ പോലത്തെ ഒരു വടി. അതിൻ്റെ അറ്റത്ത് എന്തുണ്ട്? ഇരുമ്പുണ്ട്. അതായത് ഒരു തോട്ടി പോലത്തെ ഒരു വടിയാണത്. നമ്മുടെ ഇവിടുത്തെ നാട്ടിലൊക്കെ കാണാൻ പറ്റും. ആടുകൾക്കൊക്കെ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ മരത്തിൽ നിന്നൊക്കെ പറിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു കത്തി ഫിക്സ് ചെയ്തിരിക്കുന്ന പോലത്തെ ഒരു വടി. ആ വടി താഴെ വെച്ചിട്ടാണ് ഇയാൾ കിടന്നുറങ്ങുന്നത്. കുറേ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇയാൾ എഴുന്നേൽക്കുമ്പോൾ എന്താണ് ഈ വടി എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ വടിയുടെ അറ്റത്ത് എന്തുണ്ട്? ഒരു ഇരുമ്പിൻ്റെ ഒരു കത്തി പോലുള്ള ഒരു സാധനമുണ്ട്. ഈ കത്തി ഞാൻ പറഞ്ഞല്ലോ അപ്പോളേ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല. ഇയാൾ ആ പാറയുടെ മേലെ കയറി നിൽക്കുമ്പോൾ ഇയാളുടെ ഷൂസും അവിടെ ഒട്ടിപ്പോകും. ഷൂസും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? ഇയാൾ വില്ലേജേഴ്സിൻ്റെ അടുത്തൊക്കെ പറയും, ദാ അവിടെ ഒരു അത്ഭുത പാറ കണ്ടു, ഈ അത്ഭുത പാറ എൻ്റെ വടി ഒട്ടിപ്പിടിച്ചു പോയി, എൻ്റെ ചെരുപ്പിൻ്റെ അടിയിലുള്ള ആണികളുണ്ടായിരുന്നു, അപ്പോൾ ആണിയൊക്കെ ഒട്ടിപ്പിടിച്ചു, ആ ചെരുപ്പ് ഒട്ടിപ്പിടിച്ചു പോയി എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ, സയൻറ്റിസ്റ്റ്, അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇതെന്താ മാന്ത്രിക പാറയാണെന്നൊക്കെ പറയും. എന്നാലും കുറച്ചുകൂടി ഫിലോസഫേഴ്സായിട്ടുള്ള ഗ്രീസിലുള്ള കുറച്ചുകൂടി ഫിലോസഫേഴ്സായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് പറയും, ഇല്ല ഇതിനെന്തോ ഒരു പ്രത്യേകതയുണ്ട്, ഈ പാറയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്, ഇൻവിസിബിൾ പവർ ഉണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അവർ ആ സബ്സ്റ്റൻസിനെ പരീക്ഷണങ്ങൾ നടത്തി. അപ്പോൾ അവർക്ക് മനസ്സിലായി ഷെപ്പേർഡിൻ്റെ ഈ ഊന്നുവടി മാത്രമൊന്നും അല്ല ഒട്ടിപ്പിടിക്കുന്നത്, വേറെയും മാഗ്നറ്റിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ്, കാന്തികമായിട്ടുള്ള പല സാധനങ്ങളും ഇത് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷെപ്പേർഡിൻ്റെ മെമ്മറിക്ക്, ഈ ആട്ടിടയൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് മാഗ്നറ്റ് എന്നുള്ള പേര് ഈ പാറക്ക് കൊടുത്തത്. There are mountains having such rocks with magnetic powers in many places of Earth. These rocks known as lodestone are natural magnets. അപ്പോൾ ഈ പാറകളുടെ പേരാണ് ലോഡ്സ്റ്റോൺ. ഈ ലോഡ്സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ മാഗ്നറ്റ് ആണ്. ഇത് ഈ പാറകളുടെ മേലെ ഇരുമ്പിൻ്റെ കണ്ടൻറ് ഉണ്ടാകും, നിക്കൽ, അലൂമിനിയം, കൊബോൾട്ടിൻ്റെ കണ്ടൻറ് ഉണ്ടാകും. ഈ കണ്ടൻറ്റിൻ്റെ മേലേക്ക് ലൈറ്റനിങ്, അതായത് മിന്നൽ കൂടി വന്ന് അടിച്ചു കഴിയുമ്പോഴാണ് ഇത് ഓട്ടോമാറ്റിക്കലി മാഗ്നറ്റായി മാറുന്നത് ഈ ലോഡ്സ്റ്റോണിൽ. മനസ്സിലായോ? അങ്ങനെയാണത് മാഗ്നറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടീസ് അത് കാണിക്കുന്നത്. അപ്പോൾ അതവർക്ക് മനസ്സിലായി. അങ്ങനെ ആ ആട്ടിടയൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് മാഗ്നറ്റ് എന്ന് പേര് കൊടുക്കുന്നത്. ഓക്കെ.
ഇനി നമ്മൾ നേരത്തെ ഫസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടില്ലേ, ഒരു ജം ക്ലിപ്പ് മാഗ്നറ്റിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് അതിങ്ങനെ മാല പോലെ തൂക്കിയിടുന്ന ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടു ഇല്ലേ. അപ്പോൾ ഇത് കുറേ സമയം അങ്ങനെ മാഗ്നറ്റിൽ തന്നെ പിടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്കിങ്ങനെ വലിയൊരു മാലയായിട്ട് മാറ്റാൻ പറ്റും. ഈ ജം ക്ലിപ്പ് കോർത്ത് ഒട്ടിപ്പിടിച്ച് വലിയൊരു മാലയായിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ കുറേ സമയം അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഈ മാഗ്നറ്റ് മാറ്റിയെന്ന് വിചാരിക്കുക. മാഗ്നറ്റ് മാറ്റുമ്പോൾ എന്ത് പറ്റും? ഈ മാല പൊട്ടിപ്പോവും ഇല്ലേ. അപ്പോൾ അങ്ങനെയുള്ള മാഗ്നറ്റ്സ്, അങ്ങനെയുള്ള സബ്സ്റ്റൻസാണ് ടെമ്പററി മാഗ്നറ്റ് ആയിട്ടാണ് അവരൊക്കെ ആക്ട് ചെയ്യണത്. കുറച്ച് സമയം മാത്രം ആ മാഗ്നറ്റ് ഒട്ട് നിൽക്കുമ്പോൾ മാത്രം മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ പഴയ പോലെ തന്നെ തിരിച്ചു വരും. ഓക്കെ, അവരാണ് ടെമ്പററി മാഗ്നറ്റ്സ്. ഡസ് ഇറ്റ് റിറ്റെയിൻ മാഗ്നറ്റിക് പ്രോപ്പർട്ടി വെൻ ദ ബാർ മാഗ്നറ്റ് ഈസ് റിമൂവ്ഡ്? ബാർ മാഗ്നറ്റ് മാറ്റി കഴിയുമ്പോൾ അവരുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാകുമോ? ഇല്ല, ഉണ്ടാവില്ല. അപ്പം അതാണ് ടെമ്പററി മാഗ്നറ്റ്സ് കേട്ടോ. ഇനി ചില സബ്സ്റ്റൻസ് ഉണ്ട്, അവർ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും, കുറേ നാൾ കഴിഞ്ഞാലും മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ലോഡ് സ്റ്റോൺ, അതുപോലെയുള്ള വേറെ കുറേ മെറ്റീരിയൽസും ഉണ്ട്. അതെല്ലാം എന്ത് ചെയ്യും? പെർമനൻറ്റ് മാഗ്നറ്റായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് പെർമനൻറ്റ് മാഗ്നറ്റ്സ് പെർസിസ്റ്റ് ഫോർ ലോങ് ടൈം. കുറേ സമയത്തേക്ക് ആ പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടീസ് പെർസിസ്റ്റ് ചെയ്യും, നിലനിൽക്കും. അങ്ങനെയുള്ള മാഗ്നറ്റ്സാണ് പെർമനൻറ്റ് മാഗ്നറ്റ്സ്. ടെമ്പററി മാഗ്നറ്റ്സ് ആകുമ്പോൾ മാഗ്നറ്റ് മാറ്റിക്കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി നഷ്ടപ്പെടും. ലെറ്റ്സ് ടെസ്റ്റ് ദ മാഗ്നറ്റിക് ഫോഴ്സ്. ഇനി നമുക്ക് മാഗ്നറ്റിക് ഫോഴ്സ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഡു മാഗ്നറ്റ്സ് വാരി ഇൻ ദർ മാഗ്നറ്റിക് ഫോഴ്സ്? ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ് ടു ടെസ്റ്റ് ദ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളുണ്ട്. ഒരു ബോട്ടിൽ, 2 PVC പൈപ്പ്, 1/2 ഇഞ്ച് നീളത്തിലുള്ള 50 സെൻറ്റിമീറ്ററും 15 സെൻറ്റിമീറ്ററും ആണ് ഒരു പൈപ്പിൻ്റെ നീളം. 50 സെൻറ്റിമീറ്റർ, അടുത്ത പൈപ്പിൻ്റെ നീളം 15 സെൻറ്റിമീറ്റർ. 1/2 ഇഞ്ച് എൽബോ പൈപ്പ്, അതായത് രണ്ടും കൂടി ഫിക്സ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു എൽബോ പൈപ്പാണ്, കൂട്ടി യോജിപ്പിക്കുന്നൊരു പൈപ്പ്. ബ്ലേഡ്, ത്രെഡ്, സ്കെയിൽ, ഡബിൾ സൈഡ് ടേപ്പ്. Take sand in the bottle and insert long PVC pipe into the sand and fix it. ബോട്ടിലിൽ മണ്ണെടുക്കുക, PVC പൈപ്പ് ബോട്ടിലിൻ്റെ വായിൽ വെക്കുക, ഫിക്സ് ചെയ്യുക. ഫിക്സ് എ ഷോർട്ട് PVC പൈപ്പ് ടു ദ ടോപ്പ് ഓഫ് ദ ലോങ് പൈപ്പ് യൂസിങ് എൽബോ പൈപ്പ് വെച്ചിട്ട് 2 പൈപ്പും കൂടി ഫിക്സ് ചെയ്യുക. പ്ലേസ് ദ ബോട്ടിൽ ഓൺ ദ ടേബിളിൽ ബോട്ടിൽ വെക്കുക. പ്ലേസ് ദ സ്കെയിൽ നിയർ ദ ബോട്ടിൽ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഒരു സ്കെയിൽ വെക്കുക ബോട്ടിലിൻ്റെ മുന്നിൽ, ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ. സ്റ്റിക്ക് ദ സ്കെയിൽ വിത്ത് ദ ഡബിൾ സൈഡ് ടേപ്പ് ടു പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം മൂവിങ്. അപ്പോൾ ഈ ടേപ്പ് കൊണ്ട് ആ സ്കെയിൽ ഒട്ടിച്ച് വയ്ക്കുക. സസ്പെൻഡ് എ ബ്ലേഡ് ഫ്രം ദ ഷോർട്ട് PVC പൈപ്പ്. ചെറിയ PVC പൈപ്പിൽ നിന്ന് ഒരു ബ്ലേഡ് തൂക്കിയിടുക. സ്ലോലി ബ്രിങ് എ മാഗ്നറ്റ് ഫ്രം ദ ഫാർ എൻഡ് ഓഫ് ദ സ്കെയിൽ ടുവേർഡ്സ് ദ ബ്ലേഡ്. ആ ബ്ലേഡിനടുത്തേക്ക് ഒരു മാഗ്നറ്റിനെ പയ്യെ കൊണ്ടുവരിക സ്കെയിലിൻ്റെ മുകളിൽ കൂടെ. When attraction is felt on the blade, note the position of the magnet with the help of the scale. അപ്പോൾ ഈ അട്രാക്ഷൻ ആകർഷിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ആ സ്കെയിലിൽ എത്രയാണ് റീഡിങ് വന്നിരിക്കുന്നതെന്ന് നോക്കുക, ഇവിടെ എഴുതി വെക്കുക. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് യൂസിങ് ഡിഫറെൻറ്റ് മാഗ്നറ്റ്സ്. പല സ്ട്രെങ്ത് ഉള്ള പല മാഗ്നറ്റ്സ് യൂസ് ചെയ്തിട്ട് ഈ റിപ്പീറ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ട് ആ സ്കോറുകളൊക്കെ നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്ത് വെക്കുക. ഓഫ് ദ മാഗ്നറ്റ്സ് യു ഹാവ് എക്സാമിൻഡ് which magnet has the highest magnetic force, analyze the scale reading and find out. ഇപ്പോൾ ഈ താഴെ തന്നിരിക്കുന്ന റീഡിങ്സിൽ ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് ഫോഴ്സ് ഏത് മാഗ്നറ്റിനാണ്? ഇപ്പോൾ ഏറ്റവും ദൂരെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അട്രാക്ട് ചെയ്ത മാഗ്നറ്റിനായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് ഫോഴ്സ് വരിക. ഇപ്പോൾ 5 സെൻറ്റിമീറ്റർ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് രണ്ടാമത് കിട്ടുന്ന ചിലപ്പോൾ ഒരു 8 സെൻറ്റിമീറ്റർ, പിന്നെ ഒരു 10 സെൻറ്റിമീറ്റർ ഒക്കെ ആണെങ്കിൽ ആ 10 സെൻറ്റിമീറ്ററിൽ വെച്ച മാഗ്നറ്റിനായിരിക്കും കൂടുതൽ ഫോഴ്സ് ഓഫ് മാഗ്നറ്റിക് അട്രാക്ഷൻ ഉണ്ടാവുക. അങ്ങനെ കണ്ടുപിടിക്കാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഡോണ്ട് വീക്കൻ മീ, അടുത്ത ഹെഡിങ് ഡോണ്ട് വീക്കൻ മീ. ഡസ് ദ മാഗ്നറ്റിക് ഫോഴ്സ് decreases as time passes? What is your guess? What could be the reason? Observe the pictures, find the reason and discuss. Record them in your science diary. ഇപ്പോൾ താഴെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ പിക്ചേഴ്സ് നോക്കിയിട്ട് നമുക്ക് എന്ത് പറയണം? ഇതൊക്കെ ചെയ്താൽ, ഈ പിക്ചറിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മാഗ്നറ്റിന് എന്ത് സംഭവിക്കും എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഫസ്റ്റ് വൺ വന്നിട്ട് വെൻ ത്രോൺ, മാഗ്നറ്റ് എറിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോൾ നോ ചേഞ്ചസ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഇഫ് ഇറ്റ് ഈസ് എ ജെൻറ്റിൽ ത്രോ. ഒരു പയ്യെ ഉള്ളൊരു എറിയലാണെങ്കിൽ ഒരു ചേഞ്ചും മാഗ്നറ്റിന് വരില്ല, മാഗ്നറ്റിക്കിൻ്റെ ഫോഴ്സിന് ഒരു ചേഞ്ചും വരില്ല.
സ്ട്രോങ് ഇമ്പാക്റ്റ് ക്യാൻ ഡിസ്റ്റർബ് ദ മാഗ്നറ്റിക് അലൈൻമെൻറ്റ് ആൻഡ് റെഡ്യൂസ് മാഗ്നറ്റിക് സ്ട്രെങ്ത്. അപ്പോൾ നന്നായിട്ട് എറിയുകയാണെങ്കിൽ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് പോകും, ആ ഒരു കാന്തിക പ്രോപ്പർട്ടി നഷ്ടപ്പെടും. അതാണ് എറിയുമ്പോഴുള്ള കാര്യങ്ങൾ. ഇനി രണ്ടാമത് വന്നിരിക്കുന്നത് വെൻ ഡംപ്ഡ് ടുഗെദർ എന്നാണ്. അപ്പോൾ അതായത് ഒന്നിലധികം മാഗ്നറ്റ് ഒരുമിച്ച് ഒരു സ്ഥലത്തിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദേ മൈറ്റ് ബ്രേക്ക് ഫ്രം സ്ട്രോങ് കൊലീഷൻസ്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയും മുട്ടിയും അത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ദേ മൈറ്റ് ഡീമാഗ്നറ്റൈസ് ഓവർ ടൈം ലൂസിങ് മാഗ്നറ്റിസം. മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ട് ഡീമാഗ്നറ്റൈസ് ആകാനും സാധ്യതയുണ്ട്. നോർത്ത് പോളും സൗത്ത് പോളും മുട്ടിക്കിടക്കുക, അതുപോലെ സൗത്ത് പോളും എപ്പോഴും റിപ്പൽ ചെയ്തിരിക്കുക, അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടും. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തതിൽ വന്നിട്ട് വെൻ ഹിറ്റ് ഹാർഡ് വിത്ത് എ ഹാമർ. ഒരു ഹാമർ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ദിസ് ഡിസ്റ്റർബ്സ് ഇറ്റ് ഇൻറ്റേർണൽ സ്ട്രക്ചർ മേക്കിംഗ് ലോസ് ഇറ്റ്സ് മാഗ്നറ്റിസം. അപ്പോൾ ഇങ്ങനെ ഹാമർ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റിൻ്റെ ഉള്ളിൽ ഒരു സ്ട്രോങ് ബോണ്ട് ഉണ്ട്. ഈ മാഗ്നറ്റിക് സ്ട്രക്ചർ ഉണ്ടല്ലോ മാഗ്നറ്റിൻ്റെ, ഈ ആകർഷിക്കുന്ന ഒരു സ്ട്രക്ചർ, നോർത്ത് പോളിൻ്റെ ഭാഗത്തൊക്കെ നോർത്ത് പോളിൻ്റെ പാർട്ടിക്കിൾസും സൗത്ത് പോളിൻ്റെ ഭാഗത്ത് സൗത്ത് പോളിൻ്റെ പാർട്ടിക്കിൾസൊക്കെ ആയിട്ട് ഒരു ആർമി എങ്ങനെയാണോ അറേഞ്ച് ആയിട്ട് നിൽക്കുന്നത് അതുപോലത്തെ ഒരു ഫീച്ചറായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചറിൽ വ്യത്യാസം വരും എന്നാണ് പറയണത്. വെൻ ഹീറ്റഡ്, ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും? ഹീറ്റ് ക്യാൻ വീക്കൻ ദ മാഗ്നറ്റ്. ചൂടാക്കി കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടും, മാഗ്നറ്റിനെ അത് വീക്കാക്കി മാറ്റും. നെക്സ്റ്റ് വന്നിട്ട് റിറ്റെയിൻ മാഗ്നറ്റിക് ഫോഴ്സസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് മാഗ്നറ്റ്സ് ആർ ഡംപ് ടുഗെദർ കെയർലെസ്ലി വോണ്ട് ദേ ലൂസ് ദർ മാഗ്നറ്റിക് ഫോഴ്സ് ലോസ് ക്വിക്ക്ലി. അപ്പോൾ മാഗ്നറ്റ്സ് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫോഴ്സ് നഷ്ടപ്പെടും. ഹൗ ക്യാൻ ദിസ് പ്രോബ്ലം ബി സോൾവ്ഡ്? ഈ നഷ്ടപ്പെടുന്ന മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എങ്ങനെയാണ്, ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? അപ്പോൾ ഇതിനെന്താണ് നമ്മൾ ചെയ്യാൻ പറ്റുക? ഇതിന് നമുക്ക് സ്റ്റോപ്പേഴ്സ് എന്ന് പറഞ്ഞ ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്, അത് നമ്മൾ അടിയിൽ വെക്കുക. അത് ഈ മാഗ്നറ്റിനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതും. പിന്നെ നെക്സ്റ്റ് വൺ കീപ്പേഴ്സ് ആണ്. കീപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിനെ നമുക്ക് അതിൻ്റെ ഉള്ളിലെടുത്ത് വെക്കാൻ പറ്റും. സ്റ്റോപ്പേഴ്സും കീപ്പേഴ്സും ആണ് യൂസ് ചെയ്യണത്. ഇത് ഒരു നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരിക്കും. കീപ്പേഴ്സ് ഓർ സോഫ്റ്റ് അയൺ ബാർസ്, അതിനിടയിൽ സോഫ്റ്റ് അയൺ ബാർസ് വെക്കാം, അല്ലെങ്കിൽ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസും വേണമെങ്കിലും വെക്കാം. ഇനി അടുത്തത് ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ് അടുത്ത ഹെഡിങ് വരുന്നത്. ഇലക്ട്രോ മാഗ്നറ്റ്സ് ക്യാൻ വി മേക്ക് മാഗ്നറ്റ് യൂസിങ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇലക്ട്രിസിറ്റി വെച്ചിട്ട് നമുക്കൊരു മാഗ്നറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉണ്ടാക്കാൻ പറ്റും തീർച്ചയായിട്ടും. അതിന് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഒരു സെല്ല് വേണം, 9 വോൾട്ടിൻ്റെ ഒരു സെല്ല്, ഒരു കണക്ടർ വേണം. കണക്ടർ എന്തിനാണ്? നമുക്ക് വയറും ഈ സെല്ലുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണക്ടർ ഉള്ളത്. ഇൻസുലേറ്റഡ് കോപ്പർ വയർ, സോഫ്റ്റ് അയൺ നെയിൽ, ഒരു സോഫ്റ്റ് അയൺ നെയിൽ, ഒരു ആണി, പിന്നെ പിൻസ് വേണം. ഇതിനകത്ത് നമ്മൾ ആ അയൺ നെയിലും പിന്നും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു പിക്ചറിൽ തന്നിരിക്കുന്ന പോലെ നമ്മൾ അതിനെ കണക്ട് ചെയ്യുക. വൈൻഡ് ദ ഇൻസുലേറ്റഡ് കോപ്പർ വയർ അറൗണ്ട് ആൻ അയൺ നെയിൽ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇൻസുലേറ്റഡ് കോപ്പർ വയറിനെ നമ്മൾ കമ്പിച്ചുരുളുകളെ ഈ അയൺ നെയിൽ ചുറ്റുക. മേക്ക് ഷുവർ ടു ഹാവ് മെനി കോയിൽസ്, കുറേ കോയിൽസ് ഉണ്ടാവണം. 1-2 കോയിൽ പറ്റില്ല, കുറച്ചധികം കോയിൽസ് വേണം, ചുറ്റലുകൾ വേണം. റിമൂവ് ദ ഇൻസുലേഷൻ ഫ്രം ബോത്ത് എൻഡ്സ് ഓഫ് ദ കോപ്പർ വയർ. രണ്ട് അറ്റത്ത് നിന്നും കോപ്പർ വയറിൻ്റെ രണ്ടറ്റത്ത് നിന്നും എന്ത് മാറ്റുക? ആ വയർ മാറ്റുക. ഇൻസുലേഷൻസ്, പ്ലാസ്റ്റിക്കിൻ്റെ ഇൻസുലേഷൻസ് മാറ്റുക. കണക്ട് ദിസ് എൻഡ് ടു ദ ബാറ്ററി യൂസിങ് എ കണക്ടർ. ഒരു കണക്ടറിൽ വെച്ചിട്ട് നമ്മൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുക. ബ്രിങ് ദ ടിപ്പ് ഓഫ് ദ നെയിൽ ക്ലോസ് ടു എ ഫ്യൂ പിൻസ്. കുറച്ച് പിന്നുകൾ ഈ നെയിലിൻ്റെ അടുത്ത് കൊണ്ടുവരിക. അപ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി പിൻസ് അട്രാക്റ്റ് ആകും. ഈ നെയിൽസുമായിട്ട് പിന്നും അട്രാക്റ്റ് ചെയ്യും. ജം ക്ലിപ്പോ പിന്നോ എന്തെങ്കിലും കൊണ്ടുവന്നാൽ മതി, അത് അട്രാക്റ്റ് ചെയ്യും. എന്തുകൊണ്ടാണത്? ഈ കോപ്പർ വയർ ഒരു പിന്നിൽ, ഒരു നെയിലിൽ ചുറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. അത് ഒരു ടെമ്പററി മാഗ്നറ്റാണ്, ഇലക്ട്രോ മാഗ്നറ്റാണത്. ഇലക്ട്രോ മാഗ്നറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഇതിന് ഒരു ഫ്ലക്സ് ലൈൻസ് ഫോം ചെയ്തിട്ട് ഇത് പിൻസിനെ അട്രാക്റ്റ് ചെയ്യും. ഓക്കെ. When electricity passes through a copper wire, a magnetic field is created around it and the nail becomes a magnet. ഈ ഫ്ലക്സ് ലൈൻസിൻ്റെ ഈ ചുരുളുകളിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ ആണി എന്തായിട്ട് മാറും? ഒരു മാഗ്നറ്റായിട്ട് മാറും. ദിസ് ഈസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റ്. ഇതിനെ പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റ്. ദിസ് മാഗ്നറ്റിക് പവർ ഈസ് ടെമ്പററി.
ഈ മാഗ്നറ്റിക് പവർ ടെമ്പററി ആണ്. കറണ്ട് മാറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ സെല്ലിൻ്റെ കണക്ഷൻ മാറ്റിക്കഴിഞ്ഞാൽ ഇത് സാധാരണ ഒരു ആണിയും കമ്പിച്ചുരുളുമായി മാറും. പക്ഷേ കറണ്ടുമായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ, ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതെന്തായി മാറും? ഇലക്ട്രോ മാഗ്നറ്റായിട്ട് മാറും. ഇലക്ട്രോ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കും. ജം ക്ലിപ്പും പിന്നും ഒക്കെ അട്രാക്ട് ചെയ്യും. When the electric current is cut off, the electromagnet loses its magnetic power. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മാഗ്നറ്റ്സ് ഇൻ ഡെയിലി ലൈഫ്. ഇനി നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മാഗ്നറ്റ്സ് എന്തൊക്കെയാണ്? ആദ്യത്തെ പിക്ചർ തന്നിരിക്കുന്നത് ഒരു സ്ക്രൂ ഡ്രൈവറാണ്. അപ്പോൾ ഈ സ്ക്രൂ ഡ്രൈവറിൻ്റെ അറ്റത്ത് മാഗ്നറ്റ് ഉണ്ട്. നമുക്ക് നെയിൽസൊക്കെ ഇങ്ങനെ എടുത്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അതിൽ ഒട്ടിപ്പിടിക്കാറുണ്ട്. നെക്സ്റ്റ് വണ് ഇലക്ട്രിക് ബെല്ലാണ്. ഇലക്ട്രിക് ബെല്ലിൽ അത് ഇലക്ട്രോ മാഗ്നറ്റ് ആണ് ഇതിനകത്തുള്ളത്, ഇലക്ട്രോ മാഗ്നറ്റ്. നെക്സ്റ്റ് വൺ പിൻ ഹോൾഡേഴ്സ് ആണ്. ഇതിൻ്റെ ഈ ബോക്സിൻ്റെ മൂടിയുണ്ടല്ലോ അതിൽ മാഗ്നറ്റ് ഉണ്ട്. ഇനി നെക്സ്റ്റ് വന്നിരിക്കുന്ന ക്രെയിനാണ്. ഈ ക്രെയിന് ഇലക്ട്രോ മാഗ്നറ്റിക് ക്രെയിനാണ്. ഈ ക്രെയിനിൻ്റെ ഈ അറ്റത്ത് നമ്മൾ മാഗ്നറ്റ് ഉണ്ട്. ഹെവി മാഗ്നറ്റ് ആണ് ഉള്ളത്. സ്ട്രോങ് മാഗ്നറ്റിക് ഫോഴ്സ് ഉള്ള മാഗ്നറ്റാണ് അതിനകത്തുള്ളത്. ഇത് വേസ്റ്റിൽ നിന്ന് നമുക്ക് ഇലക്ട്രിക് അയൺ മെറ്റീരിയൽസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി, ഗാർബേജിൽ നിന്ന് അയൺ മെറ്റീരിയൽസ്, ഇരുമ്പും ആയിട്ടുള്ള മാഗ്നറ്റിക് മെറ്റീരിയൽസ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമുക്ക് കൈയിട്ടിട്ട് അതിൻ്റെ ഇടയിൽ പോയി ഇളക്കാൻ പറ്റില്ലല്ലോ. ഇരുമ്പൊക്കെ പെട്ടെന്ന് മാഗ്നറ്റിൽ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്കത് അതിൽ നിന്നും എടുക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇത് ടോയ്സ് ആണ്. ഇതിനെ പറയുന്നത് റോബ്ലോക്സ് ടോയ്സ് എന്നാണ്. അത് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ കോമൺ ആണിത്. നെക്സ്റ്റ് വൺ ഒരു മോട്ടറാണ്. മോട്ടറിൻ്റെ ഉള്ളിൽ മാഗ്നറ്റ് ഉണ്ട്. മാഗ്നറ്റ് മീൻസ് ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. കമ്പിച്ചുരുളും സോഫ്റ്റ് അയണും ആണുള്ളത്. നെക്സ്റ്റ് വൺ മാഗ്നറ്റിൻ സ്പീക്കറാണിത്. സ്പീക്കറിനകത്ത് മാഗ്നറ്റ് ഉണ്ട്. ഈ റൗണ്ട് ബ്ലാക്ക് കളർ അത് മാഗ്നറ്റ് ആണ്. ഇത് ഡോർ ലാച്ചസ് ആണ്. ഈ ഡോർ ലാച്ചിലും എന്തുണ്ട്? മാഗ്നറ്റ് ഉണ്ട്. ഈ ഡോർ ലാച്ചിൻ്റെ മാഗ്നറ്റ് നമുക്ക് ഡോറിൻ്റെ ബാക്കിൽ, ഡോറിങ്ങനെ പോയി ചുവരിൽ തട്ടാതിരിക്കാൻ വേണ്ടിയുള്ളതാണ്. ഓട്ടോമാറ്റിക്കലി അത് ലോക്കാകും. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് കാറിൻ്റെ ഡോറുകളിലുണ്ടാകും മാഗ്നറ്റ്. ഫ്രിഡ്ജിൻ്റെ ഡോറുകളിൽ ഒക്കെ മാഗ്നറ്റ് ഉണ്ടാകും. നമുക്ക് ഫ്രിഡ്ജ് ഇങ്ങനെ അടക്കാൻ ചെല്ലുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് അടയാറുണ്ടല്ലോ. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നെക്സ്റ്റ് MRI ആണ്. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ് എന്നാണ് ഇതിനെ പറയുന്നത്. മെഷീനാണ്. അപ്പോൾ MRI സ്കാനിങ് മെഷീനിൻ്റെ അകത്ത് മാഗ്നറ്റ് ഉണ്ട്. ഹൈ പവർ ഇലക്ട്രിസിറ്റി ഇതിൻ്റെ കൂടെ കടത്തി വിടുമ്പോഴാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത്. നെക്സ്റ്റ് മാഗ്നറ്റിക് സ്ട്രിപ്സ് ഇൻ ക്രെഡിറ്റ് കാർഡ് ആൻഡ് ഡെബിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ്സിലും ഡെബിറ്റ് കാർഡ്സിലും ഉള്ള ഒരു മാഗ്നറ്റിക് സ്ട്രിപ്പ് ഉണ്ട്. ആ ഒരു ബ്ലാക്ക് ലൈൻ കണ്ടിട്ടുണ്ടല്ലോ, ഈ ബ്ലാക്ക് ലൈനാണ് മാഗ്നറ്റിക് സ്ട്രിപ്പ്. അതുള്ളത് കൊണ്ടാണ് നമ്മൾ ATMലേക്ക് ഈ കാർഡ് ഇട്ട് സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് എല്ലാം നമ്മുടെ അക്കൗണ്ട് നമ്പറും പിന്നും IFSC കോഡും ഒക്കെ അതിനകത്ത് മാഗ്നറ്റിക് ആ സ്ട്രിപ്പിൽ സേവ് ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ നമ്മൾ ആ മാഗ്നറ്റിക് പിൻ നമ്പർ, ലോക്ക് നമ്പർ അടിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് അതുമായിട്ട് ലിങ്ക് ആകുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഈസ് മാഗ്രിവൽ ട്രെയിൻ. ഈ മാഗ്രിവൽ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡ് ട്രെയിൻസ് ആയിരിക്കും. ഈ ഹൈ സ്പീഡ് ട്രെയിൻസ് മാഗ്നറ്റിൻ്റെ സഹായത്തോടെയാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ മാഗ്നറ്റിക് ട്രെയിനൊന്നും ഇന്ത്യയിലില്ല. റഷ്യയിലും ജപ്പാനിലും ചൈനയിലൊക്കെയാണ് ഇത് മാഗ്നറ്റിക് ട്രെയിനൊക്കെ ഉള്ളത്. ഭാവിയിൽ ഇനി ഇന്ത്യയിലും വരാൻ സാധ്യതയില്ലാതില്ല. Similarly, we use magnets in many situations. Collect more pictures of such incidents and prepare an album. അപ്പോൾ ഇനി ഒരു ആൽബം ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പേജിൽ ലെറ്റ്സ് അസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സും 2 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ഒക്കെ ഉള്ളൊരു ഇതുണ്ട്. അത് ഞാൻ ഒരു സെപ്പറേറ്റ് ഒരു ആൻസേഴ്സ് മാത്രം ഞാൻ കൊടുക്കുന്നുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യുക, വ്യൂ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.